Good morning. Essential elements of a valid offer. Third point, it must be definite and clear. പ്രൊപ്പോസലിൻ്റെ അകത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് വളരെ ഡെഫിനിറ്റ് ക്ലിയറും ആയിരിക്കണം. വ്യക്തമായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആയിരിക്കണം ഈ പ്രൊപ്പോസലിൻ്റെ അകത്ത് ഉണ്ടായിരിക്കേണ്ടത്. An offer must be definite and clear. If the term of an offer are not definite and clear, it cannot be called a valid offer. ഒരു വാലിഡ് ഓഫർ ആകണമെങ്കിൽ അതിൻ്റെ അകത്തുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് വളരെ വ്യക്തമായിരിക്കണം. അല്ലെങ്കിൽ ആ ടേംസ് ആൻഡ് കണ്ടീഷനിൽ എന്തെങ്കിലും വാഗ് ഉണ്ടെങ്കിൽ, വ്യക്തമല്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ആ ഓഫർ വാലിഡ് ആവില്ല. If a such offer is accepted, it cannot be create a binding a contract. For example, A has 2 motorcycles. He offer B to sell one motorcycle for rupees 27,000. It is not a valid offer because it is not clear that which motorcycle A wanted to sell. ഇപ്പോൾ എൻ്റെ കയ്യിൽ 2 മോട്ടോർ ഉണ്ട്. എ ബിക്ക് ഒരു ഓഫർ കൊടുക്കുകയാണ്, 27,000 തൻ്റെ മോട്ടോർ സൈക്കിൾ വിൽക്കാമെന്ന്. പക്ഷെ ഏത് മോട്ടോർ സൈക്കിളാണ്, ഹോണ്ടേൻ്റെ ആണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനീൻ്റെതാണോ എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നില്ല. ഏത് മോട്ടോർ സൈക്കിളാണ് എന്നുള്ളത് വ്യക്തവും ക്ലിയറായിട്ടും ആരെ അറിയിക്കണം, ബി എ അറിയിക്കണം. എന്നാൽ മാത്രമേ അതൊരു വാലിഡ് ഓഫറായിട്ട് മാറുന്നു. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഈസ് എ ഡിഫറെൻറ്റ് ഫ്രം ഇൻവിറ്റേഷൻ ടു ഓഫർ. ഒരു ഇൻവിറ്റേഷൻ ഒരിക്കലും എന്താകുന്നില്ല, ഒരു ഓഫർ ആകുന്നില്ല. അല്ലെങ്കിൽ ഡിസ്പ്ലേയിൽ വെക്കുന്ന ഒരു ഗുഡ്സ്, അതിൻ്റെ ഉണ്ടാക്കുന്ന പ്രൈസ് ഒരിക്കലും എന്തല്ല, ഒരു ഓഫറല്ല. അല്ലെങ്കിൽ കൊട്ടേഷൻസ്, കാറ്റലോഗ് പ്രൈസുകൾ, ഡിസ്പ്ലേ ഓഫ് ഗുഡ്സ്, ഇതൊന്നും ഒരിക്കലും ഒരു ഓഫറല്ല, ജസ്റ്റ് ഒരു ഇൻവിറ്റേഷൻ മാത്രമാണ്. എൻ ഓഫർ ഈസ് ഡിഫറെൻറ്റ് ഫ്രം എ ഇൻവിറ്റേഷൻ ടു ഓഫർ. ഇറ്റ് ഈസ് കോൾഡ് ഇൻവിറ്റേഷൻ ടു ട്രീറ്റ് ഓർ ഇൻവിറ്റേഷൻ ടു റിസീവ് ഓഫർ. അത് ആ റിസീവ് ചെയ്യുകയാണെങ്കിൽ അത് ഓഫറായി മാറാം, അല്ലെങ്കിൽ ഒരിക്കലും അതൊരു ഓഫറല്ല. ഇപ്പോൾ നമ്മുടെ കടേൻ്റെ മുന്നിൽ ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ടുണ്ട്, ആ പ്രൊഡക്റ്റ് മേലെ അതിൻ്റെ പ്രൈസ് വെച്ചിട്ടുണ്ട്, അതൊരിക്കലും ഒരു ഓഫറല്ല. അപ്പോൾ നമ്മുടെ ആ കടയിൽ പോയിട്ട് ആ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അവർ ആ പ്രൈസിന് സെയിൽ ചെയ്യുന്നില്ലെങ്കിൽ നമുക്കൊരിക്കലും അവർക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ലീഗൽ പ്രൊസീജിയറിൽ നിയമപരമായ നടപടിക്ക് നീക്കാൻ പറ്റില്ല. കാരണം അതൊരിക്കലും ഒരു ഓഫറല്ല. ഒരു ബൈക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കമ്പനിയിൽ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്, ആ ഡിസ്പ്ലേൻ്റെ മുകളിൽ ആ പ്രൈസും കൂട്ടിയും വെച്ചിട്ടുണ്ട് എന്നിരിക്കും. നമ്മൾ ആ പ്രൈസ് എടുത്ത് പോകുമ്പോൾ അവരത് സെയിൽ നടത്തിയിട്ടില്ലെങ്കിൽ നമുക്കൊരിക്കലും അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ പറ്റില്ല. കാരണം അതൊരു ഇൻവിറ്റേഷൻ മാത്രമാണ്. In the case of an invitation to offer, the person sending out the invitation does not make an offer but only invite the other party to make an offer. He is subject to inform that he is willing to deal with anybody who after getting such information is willing to open negotiation with him. Such invitation for offer are not offer according to law and so cannot become agreement by acceptance. ഇൻവിറ്റേഷൻ ഒരിക്കലും ഒരു ഓഫറല്ല. എക്സാമ്പിൾ നോക്കാം, കൊട്ടേഷൻസ് തന്നിട്ടുണ്ടാവും, കാറ്റലോഗ് ഓഫ് പ്രൈസസ് തന്നിട്ടുണ്ടാകും, ഡിസ്പ്ലേ ഓഫ് ഗുഡ്സ് വിത്ത് പ്രൈസസ്, ഇഷ്യൂ ഓഫ് പ്രോസ്പെക്റ്റ് ബൈ കമ്പനീസ് ആർ എക്സാമ്പിൾസ് ഓഫ് ഇൻവിറ്റേഷൻ ടു ഓഫർ. The fifth point, it may be specific or general. ഓഫർ സ്പെസിഫിക് ആകാം ഓർ ജനറൽ ആകാം. സ്പെസിഫിക് എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ പേഴ്സണ്, പെർട്ടിക്കുലർ ഗ്രൂപ്പിലേക്ക് ഒരു ഓഫർ ചെയ്യുകയാണെങ്കിൽ അതിനെ സ്പെസിഫിക് ഓഫർ എന്ന് പറയും. പബ്ലിക്കിലേക്കാണ് ഓഫർ കൊടുക്കുന്നതെങ്കിൽ അതിനെ ജനറൽ ഓഫർ എന്ന് പറയും. ഇപ്പോൾ സ്പെസിഫിക് ഓഫർ ആകുമ്പോൾ സ്പെസിഫിക് ആക്സെപ്റ്റൻസ് മാത്രമേ പറ്റുള്ളൂ. എ ബിയോട് ഒരു ഓഫർ വെക്കുകയാണെങ്കിൽ ബിക്ക് മാത്രമേ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വേറൊരാൾക്ക് സിക്കോ ഡിക്കോ അത് ചെയ്യാൻ പറ്റില്ല, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ജനറൽ ഓഫർ ആണെങ്കിൽ ഒരു പബ്ലിക്കിലേക്കാണ്, ആർക്ക് വേണമെങ്കിലും ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്യാം. When an offer is made to a specified person or group of person, it is called specific offer. ഒരു സ്പെസിഫൈഡ് പേഴ്സണോ ഗ്രൂപ്പ് ഓഫ് പേഴ്സണിലോ ഒരു ഓഫർ കൊടുക്കുകയാണെങ്കിൽ അതിനെ സ്പെസിഫിക് ഓഫർ എന്ന് പറയും.
സച്ച് എൻ ഓഫർ ക്യാൻ ബി ആക്സെപ്റ്റഡ് ഓൺലി ബൈ ദ പേഴ്സൺ ഓർ പേഴ്സൺ ടു ഹൂം ഇറ്റ് മെയ്ഡ്. ആരിലാണോ ആ ഓഫർ വന്നത് അയാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഓഫർ സ്വീകരിക്കാൻ പറ്റുള്ളൂ. എ ജനറൽ ഓഫർ ഓൺ ദ അതർ ഹാൻഡ് ഇറ്റ് ഈസ് മെയ്ഡ് ടു പബ്ലിക് ഇൻ ജനറൽ ആൻഡ് ഇറ്റ് മേ ബി ആക്സെപ്റ്റഡ് ബൈ എനി പേഴ്സൺ. ഒരു പബ്ലിക്കിലേക്ക് നമ്മളൊരു ഓഫർ വെക്കുകയാണെങ്കിൽ അത് ആർക്ക് വേണമെങ്കിലും ആ ഓഫർ എന്ത് ചെയ്യാൻ പറ്റും, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ബോത്ത് സ്പെസിഫൈഡ് ആൻഡ് ജനറൽ ഓഫർ ആർ വാലിഡ്. എക്സാമ്പിൾ, I make an offer to N to sell his bicycle for rupees 800. എം എന്നിനോടാണ് ഒരു ഓഫർ വെക്കുന്നത്, എന്നിന് മാത്രമേ അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനെയാണ് സ്പെസിഫൈഡ് ഓഫർ എന്ന് പറയുന്നത്. ഇനി എ അനൗൺസ് ഇൻ ന്യൂസ് പേപ്പർ ടു റിവാർഡ് rupees 10,000 ഫോർ എനി ഹു റിട്ടേൺ ഹിസ് ലോസ്റ്റ് റേഡിയോ. നമ്മളൊരു ന്യൂസ് പേപ്പറിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുകയാണ്. ആ അഡ്വർടൈസ്മെൻറ്റ് ഒരു ഓഫർ ആണെങ്കിൽ ആർക്ക് വേണമെങ്കിലും അതെന്ത് ചെയ്യാൻ പറ്റും, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിനെയാണ് ജനറൽ ഓഫർ എന്ന് പറയുന്നത്. അപ്പോൾ അഞ്ചാമത്തെ പോയിൻ്റ് സ്പെസിഫിക് ഓർ ജനറൽ ഓഫർ. ഓഫർ സ്പെസിഫിക് ആകാം, ജനറലും ആകാം. ആറാമത്തെ പോയിൻ്റ് ഇറ്റ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഓഫറിങ്. ഓഫറിയെ എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. An offer is effective only when it is communicated to the offer. If an offer is not communicated to the offer, it cannot be accepted. Then an offer which is not communicated is a not valid offer. It applies to both specific and general offer. സ്പെസിഫിക് ഓഫർ ആണെങ്കിലും ജനറൽ ഓഫർ ആണെങ്കിലും എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റഡ് ചെയ്യണം. എന്നാൽ മാത്രമേ അതെന്ത് ചെയ്യാൻ പറ്റൂ, ഒരു വാലിഡ് ഓഫറായിട്ട് മാറുള്ളൂ. ഫോർ എക്സാമ്പിൾ, വിത്തൗട്ട് നോയിങ് ദാറ്റ് എ റിവാർഡ് ഹാസ് ബീൻ ഓഫേർഡ് ഫോർ എ അറസ്റ്റ് ഓഫ് എ പെർട്ടിക്കുലർ ക്രിമിനൽ catches the criminal and inform the police. A cannot recover the reward as he was not aware of it. ഇപ്പോൾ ഒരാൾ ഒരു ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിനെ ഹെൽപ്പ് ചെയ്തു. എ ആണ് എന്ത് ചെയ്തത്, പോലീസിനെ സഹായിച്ചത്. പക്ഷേ എ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, ഈ ക്രിമിനലിനെ പിടിച്ചു കൊടുത്താൽ റിവാർഡ് ഉണ്ട് എന്ന് പോലീസ് ആ പിടിച്ചു കൊടുക്കുന്നതിന് മുമ്പേ എന്ത് ചെയ്തിട്ടുണ്ട്, പത്രത്തിൽ പരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എ ഒരിക്കലും അതിനെക്കുറിച്ചിട്ട് അറിഞ്ഞിരുന്നില്ല. പിന്നീടാണ് ആ റിവാർഡിനെ കുറിച്ചിട്ട് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ക്രിമിനലിനുള്ള അവാർഡിന് വേണ്ടിയിട്ട്, റിവാർഡിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റൂല, നിയമ നടപടി സ്വീകരിക്കാൻ പറ്റൂല. കാരണം ഓഫർ ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുതൽ തന്നെ അതിനെന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് അറിഞ്ഞിരിക്കണം, ഈ റിവാർഡ് ഉണ്ട് എന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമേ ആ റിവാർഡിന് അയാൾക്ക് അർഹതയുള്ളൂ. അതാണ് ഇറ്റ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഓഫർ. അപ്പോൾ 6 പോയിൻ്റായി നോക്കാം ഓരോന്നും.